എന്നിവയിൽ തിളങ്ങുന്നവർ ധീരനായി ജീവിക്കും. ചെവി, മൂക്ക് എന്നിവയിലെ ലക്ഷണങ്ങൾ നാശത്തെയും ദാരിദ്ര്യത്തെയും സൂചിപ്പിക്കുന്നു. നീളമുള്ള, അതായത് സെക്ഷൽ പാർട്ടിനെ പറ്റിയാണ് ഈ പറയുന്നത്. നമ്മൾ ബാക്കിയുള്ളതിനെയൊക്കെ കാണുന്ന പോലെ തന്നെ ഇതിനെയും കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ജസ്റ്റ് ഒരു അവയർനെസ് അത്രേ ഉള്ളൂ. നീളമുള്ള ലിംഗമുള്ളവൻ ദരിദ്രനായിത്തീരും. വളഞ്ഞ ലിംഗമുള്ളവൻ ദുഃഖം അനുഭവിക്കും. ചെറിയ ലിംഗമുള്ളവൻ സൗഭാഗ്യവാനാകും. കട്ടി കുറഞ്ഞതോ ഒതുങ്ങിയതോ ആയ ലിംഗമുള്ളവൻ രാജാവാനായിത്തീരും. ചെറുവിരൽ മൃദുവായ രേഖയോട് കൂടിയതാണെങ്കിൽ ധനവും ആയുസ്സും വർദ്ധിക്കും. ചുവന്ന നിറത്തിലുള്ള നഖമുള്ളവൻ നേതാവായിത്തീരും. ചൂണ്ടുവിരലിന് നീളമുള്ളവൻ നല്ല ഭക്ഷണവും ജീവിതസുഖങ്ങളും അനുഭവിക്കുന്നവനായിത്തീരും. നടുവിരൽ നീളമുള്ളവരും ഉത്തമമായിട്ടുള്ള രീതിയിലിരുന്നാലും വിദ്യയുള്ളവരും വലിയ ഭോഗിയുമായി തീരും. ഇങ്ങനെയുള്ളവന് ധാരാളം സമ്പത്തും പ്രശസ്തിയുമായി തീരും. ചൂണ്ടുവിരൽ തടിച്ചവർ മുതലാളിയും ചെറുവിരൽ നല്ല രീതിയിലാണെങ്കിൽ എല്ലാവിധ സുഖവും അനുഭവിക്കും. വിരലുകളുടെ അളവുകൾ തുല്യവും ക്രമവുമാണെങ്കിൽ ദീർഘായുസ്സാണ് ഫലം. ഉപ്പൂറ്റി ഉയർന്നതാണെങ്കിൽ ലക്ഷണം നല്ലതാണ്. നഖങ്ങൾ ചുവന്നതും പുറത്തേക്ക് തള്ളാത്തതുമാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവരാണ്. കാലിലെ വിരലുകൾ പത്മം അഥവാ താമര പോലെയുള്ളവർ ഭൂമിയെ ഭരിക്കുന്ന ഒരു വലിയ ഭരണാധികാരിയായി മാറും. കാലിലെ വിരലുകൾ കട്ടി കുറഞ്ഞതും വളഞ്ഞതുമായവർ ജീവിതത്തിൽ കടുത്ത ദുഃഖവും ദാരിദ്ര്യവും അനുഭവിക്കേണ്ടി വരും. അവർ ജീവിത സുഖങ്ങളിൽ നിന്ന് അകറ്റപ്പെടും. വിരലുകൾ അകന്ന് വിടവുള്ളവരും വിറയ്ക്കുന്നവരുമാണെങ്കിൽ ദരിദ്രരായി തുടരും. വലിയ കാൽപാദവും വിരൂപവുമായ ലക്ഷണമുള്ളവർ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം നയിക്കും. അവരുടെ പ്രകൃതം സംശയം നിറഞ്ഞതായിരിക്കും. ഉപ്പൂറ്റിയും മുട്ടിനിടയിലെ ഭാഗം അഥവാ ജങ്ക എന്ന് പറയും ഭാഗം കരുത്തുള്ളവരും ബലമുള്ളവരുമായാൽ രാജാവിന് തുല്യമാണ്. നീളമുള്ളതും തടിച്ചതുമായ ജങ്കയുള്ളവർ ദുഃഖം അനുഭവിക്കും. എന്നാൽ സിംഹത്തിന് തുല്യമായവർ അതിസമ്പന്നരായിത്തീരും. രോമം നിറഞ്ഞതും വരണ്ടതുമായ ജങ്കയുള്ളവർ ദരിദ്രനായിത്തീരും. മത്സ്യസമാനമായ ജങ്ക ധനവാനായിത്തീരും. മുയലിന് സമാനൻ കഠിനാധ്വാനി. വട്ടത്തിലും തടിച്ചതുമായ ജങ്ക സുഖവും പദവികളും ഉള്ളവനാകും. ഉണങ്ങിയതും മാംസമില്ലാത്തതുമായ ജങ്ക ഭാഗ്യമില്ലാത്തവനും ജീവിത സുഖമില്ലാത്തവനുമാകും. കാക്കയുടെ സമാനമായ ജങ്ക നശിക്കാൻ സാധ്യതയുണ്ട്. മൃഗശ്രേഷ്ഠന്മാരുടെ ജങ്ക